तुम्हारा गांव किधर है? तुम बांग्लादेशी? वो मेरा बहन को लिखा है। बहन में बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? दो ठोक हमारे था बांग्लादेशी और बांग्लादेशी। दो ठोक आपका बांग्लादेशी? हाँ। मैं तो केरला में काम करने के लिए आया था, लेकिन मेरा मृत्यु होगा बोल के मैं नहीं जानता था। जय मसीह प्रेज़ द लॉर्ड। आप लोगों को मैं कुछ मैसेज देना चाहता हूँ। एक भाई केरल में काम करने के लिए आता है, वो भी छत्तीसगढ़ से, और नया होता है तो 2-3 दिन काम करके उसको मन नहीं लगता है, अच्छा नहीं लगता है, तो घर वापस जाने के लिए वो निकलता है और भटक जाने के कारण, दूसरा गांव में चला जाने के कारण उसको बांग्लादेशी कह के उसको मार डालते हैं केरल के आदमी लोग, वो भी मलयाली। उस लोगों को अच्छा से हिंदी नहीं आता है और उसके बातों को नहीं समझते हैं और उसको मार डालते हैं। हाँ, आप लोगों ने सही सुना, हमारे छत्तीसगढ़ का भाई जो हमारे इंडिया का, भारत का था, उसको बांग्लादेशी कह के उसको मार डाला गया। तो आप लोगों को मैं मैसेज देना चाहता हूँ कि जहाँ कहीं भी आप लोग काम कर रहे हो, खास करके मेरे गांव वाला है, मेरा आदिवासी भाई है, मेरे हिंदी वाला, मेरे बिहारी, जो भी जात का है, हम सब भाई भाई है। और एक जगह हम खड़ा होंगे, एक जगह ही काम करेंगे, अच्छा से रहेंगे। अभी के समय में आप लोगों को हर वीडियो मिलता होगा, कहाँ बांग्लादेश में एक हिंदू भाई को जला दिया गया, वो भी जिंदा। वो सिर्फ इतना ही कहा था कि हर मुस्लिम, हिंदू, सिख, ईसाई हम सब भाई भाई है, और इतना ही कहा था, लेकिन उसके वो दौड़ा के नंगा करके मार के जला दिया गया। तो अभी के समय में हम जहाँ कहीं भी हैं, अपने घर को छोड़ के जहाँ भी हैं सेफ्टी रहें और काम में ध्यान करें। और काम यहाँ अच्छा नहीं है वहाँ जाएंगे, वहाँ अच्छा नहीं यहाँ जाएंगे, ऐसा कभी भी मत सोचिएगा और अपने आप को बचा के रखिएगा। हमारे माता पिता घर में हमारा आसरा देखते हैं कि मेरा भाई, मेरा बेटा, मेरा माँ कमाने गया है और अच्छा से कमा के घर लौटेगा बोल के सब देखते रहते हैं। आगे आपका मार्ग। जय मसीह प्रेज़ द लॉर्ड। वीडियो को शेयर करिए। നിങ്ങൾ എത്ര പേര് ന്യൂസ് കണ്ടു എന്ന് എനിക്കറിയില്ല. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 5 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ദാരുണമായ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ കഥ. പിടിയിലായവരിൽ 4 പേർ RSS BJP പ്രവർത്തകരാണ്. മനുഷ്യത്വം മരവിച്ച ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ ഒരു തുള്ളി വെള്ളം പോലും ചോദിക്കാൻ കഴിയാതെ പിടഞ്ഞു വീണത് ഒരു അതിഥി തൊഴിലാളി മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷി കൂടിയാണ്. 2025 ഡിസംബർ 17 പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് ഇത് നടന്നത്. അതായത് നമ്മുടെ സ്വന്തം കേരളത്തിൽ. ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ആൾക്കൂട്ടം ഒരുമിച്ച് ചേർന്ന് തല്ലിക്കൊന്ന മധുവിനെയാണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സ്വദേശിയായ 31 വയസ്സുള്ള രാം നാരായൺ ഭയാർ എന്ന അതിഥി തൊഴിലാളിക്കാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത്. ഈ ഒരു വ്യക്തി കാഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ജോലി നോക്കാൻ എത്തിയതായിരുന്നു. ഡിസംബർ 17 വൈകുന്നേരം മട്ടപ്പള്ളത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. തന്റെ ബന്ധുവിന്റെ വീട് അന്വേഷിക്കുന്നതിനിടെ മോഷണ ശ്രമം എന്ന് പറഞ്ഞാണ് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് തടഞ്ഞു വെക്കുകയും കല്ലും വടികളും ഒക്കെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായൺ യാതൊരുവിധ തരത്തിലുള്ള മോഷണത്തിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചു. തന്റെ കുടുംബത്തിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് വന്ന് ഒറ്റപ്പെട്ടു പോയതിന്റെ മാനസിക വിഷമത്തിലായിരുന്നു ഇദ്ദേഹമെന്നും വഴി നിശ്ചയമില്ലാത്തതിനാലാണ് പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നതെന്നും പോലീസ് പറയുന്നു. ഇനിയാണ് സാക്ഷര സമ്പുഷ്ടമായ നമ്മൾ മലയാളികളുടെ വീമ്പ് പറയാനുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80-ലധികം മുറിവുകൾ കണ്ടെത്തി. തലക്കേറ്റ പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിന് കാരണമായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. എന്താണെങ്കിലും പോലീസ് കൊലപാതക കുറ്റത്തിന് കേസ് എടുത്തിട്ടുണ്ട്. അനു, പ്രസാദ്, മുരളി, ബിപിൻ, അനന്തൻ എന്നീ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിൽ 10-ലേറെ പേർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ എത്താൻ സാധിച്ചിട്ടുള്ളത്. അട്ടപ്പാടിയിലെ മധുവധ കേസിന് സമാനമായ രീതിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾക്കിത് നിർത്താറായില്ലേ? ഒരു പരിഷ്കൃത സമൂഹത്തിൽ കുറ്റം വിധിക്കാനുള്ള അധികാരം കോടതികൾക്കും അത് നടപ്പിലാക്കാനുള്ള അധികാരം പോലീസിനുമാണ്. ആൾക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ പരാജയമാണ്. ഈ ഒരു സംഭവത്തിൽ കണ്ടതുപോലെ വെറും സംശയത്തിന്റെ പേരിൽ മാത്രം മർദ്ദിക്കപ്പെടുന്നത് പലപ്പോഴും നിരപരാധികളാണ്. ഭാഷ അറിയില്ലാത്തവർ, മാനസികാസ്വാസ്ഥ്യമുള്ളവർ, വഴിതെറ്റിയവർ എന്നിവരാണ് പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുതിരുത്തലിന് അവസരമില്ല. ഒരാൾ തനിയെ ചെയ്യാൻ മടിക്കുന്ന ക്രൂരതകൾ ആൾക്കൂട്ടത്തിന് മറവിൽ ചെയ്യാൻ മനുഷ്യൻ തയ്യാറാകും. വ്യക്തിപരമായ ഉത്തരവാദിത്തം ഇല്ലാതാകുന്നതാണ് ഇതിന് കാരണം. ഇത് ഒരു സ്ത്രീക്കുണ്ടായ സംശയത്തിന്റെ പേരിൽ മാത്രം നടന്ന കൊലപാതകമാണ്. മർദ്ദിക്കുമ്പോൾ തടയാൻ ആരുമില്ലാത്തവൻ എന്നത് ഒരാളെ കൊല്ലാനുള്ള ലൈസൻസ് ആണ്. ഛത്തീസ്ഗഡിലെ ഏതോ ഒരു കൊച്ചു വീട്ടിൽ മകൻ അയക്കുന്ന പണത്തിനായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. അച്ഛൻ വരുന്നത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. അവൻ മോഷ്ടാവായതുകൊണ്ടല്ല, നമുക്ക് അവനെ മനസ്സിലാവാത്തത് കൊണ്ടാണ് കൊന്നതെന്ന് ഒരു കുടുംബത്തോട് ആര് പറയും? നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഒരു സാധാരണ പൗരന് എന്നു മുതലാണ് കിട്ടിത്തുടങ്ങിയത്. തിരിച്ചു മിണ്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലേ നമ്മളുടെ ഈ ശൂരത്വം പ്രകടമാവുകയുള്ളൂ.